السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا الله ويعلمكم الله. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനാന്തരമുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സെക്രട്ടറി, വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി, നമ്മുടെ ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാർ, സമസ്ത കേന്ദ്ര മുശാവറാംഗങ്ങളാവുന്ന ബഹുമാനമുള്ള പണ്ഡിതന്മാർ, നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ MLA, അതോടൊപ്പം നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ ശ്രീമാൻ ജോഹി അവർകൾ, മറ്റ് സ്റ്റേജിൽ ഉപേക്ഷയായ മഹാന്മാരായ സാദാത്തുക്കൾ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിൻ്റെ പോഷക സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുന്ന മഹാന്മാരാകുന്ന വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ വർഷം നമ്മുടെ സ്ഥാപനങ്ങളിൽ ചേർന്ന് പഠിക്കുന്ന ബഹുമാനമുള്ള സ്നേഹനിധികളായ വിദ്യാർത്ഥിനികൾ, അവരുടെ രക്ഷിതാക്കന്മാർ, ബഹുമാനമുള്ളവരെ, ഈ സ്ഥലം നമുക്ക് മതിയാവുന്നതല്ല എന്ന് നമുക്കറിയാം. ഇവരുടെ ഈ ഒരു പ്രത്യേക താല്പര്യവും പ്രത്യേകിച്ച് ഇതിന് നേരം നൽകുന്ന കുട്ടി മൗലവി അടക്കമുള്ളവർ, അവരുടെയൊക്കെ പ്രത്യേക ഒരു താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് അവരാവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മുടെ ഈ മുഖദ്ദിമ ഇവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നത്. കാരണം 1500-ഓളം വിദ്യാർത്ഥികളാണ് നമുക്ക് സെലക്ഷനിൽ പാസ്സായി ഈ വർഷം നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ചേർന്ന് പഠിക്കാൻ തയ്യാറായിട്ടുള്ളത്. അവരുടെ രക്ഷിതാക്കന്മാർ, അവരോട് ബന്ധപ്പെട്ടവരെല്ലാം കൂടി വരുമ്പോൾ വിശാലമായ ഒരു സ്ഥലം തന്നെ വേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമ്മളെ പ്രവർത്തകർ, നമ്മളെ നേതാക്കന്മാരും ആവുന്ന ആളുകൾ, അവരുടെ ഒരു താല്പര്യം, ആ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ എടക്കുളത്ത് ഈ അതിൻ്റെ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് ഇവിടെ ഇത് നടത്താൻ വേണ്ടി സമ്മതിച്ചത്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞൊക്കെ വിഷമങ്ങൾ ഇരിക്കാനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ചു കൊണ്ടിട്ട് ഇതൊരു നല്ല ഒരു സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിൻ്റെ തുടക്കമാണ്. പ്രയാസപ്പെട്ടിരുന്നാലും നെയ്യത്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല നെയ്യത്തോടുകൂടി ഇവിടെ ഇരുന്നാൽ എല്ലാവർക്കും പ്രതിഫലം ലഭിക്കപ്പെടും. അത് നമ്മളൊരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഇത് വലിയൊരു ദീനിൻ്റെ ഒരു സംരംഭമാണ്. ആ ദീനിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ സമയം ഇപ്പോൾ ഇവിടെ ചെലവഴിക്കുന്നത്. സമയം വളരെ വിലപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അത് ചെലവഴിക്കപ്പെടുമ്പോൾ അത് വിലപ്പെട്ട സംഗതിയിൽ നല്ല നിയ്യത്തോടു കൂടി ചെലവാക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും പ്രതിഫലങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ നിന്ന് ലഭിക്കപ്പെടും. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഏറ്റവും ശ്രദ്ധേയമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽപ്പെട്ട ഒന്നാണ് സമസ്ത ദേശീയ ആഗോളാടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ് SNIC. ഇത് ആരംഭിക്കപ്പെട്ടിട്ട് കുറച്ച് കാലമായിട്ടുള്ളെങ്കിലും പൊതുവെ ജനങ്ങളിൽ അത് ഒരു ജനങ്ങൾക്ക് താല്പര്യമുള്ള നല്ലൊരു വിദ്യാഭ്യാസ സംവിധാനമായി കൊണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് കുറഞ്ഞ വർഷം കൊണ്ടിട്ട് ഏകദേശം 50-ലധികം സ്ഥാപനങ്ങൾ നമ്മളെ ഈ സംവിധാനത്തിൻ്റെ കീഴിലായി കൊണ്ടിട്ട് നടത്തപ്പെടുന്നുണ്ട്. അതൊക്കെ എല്ലാ നിലക്കും ഭൗതികമായും ആത്മീയമായും ഒക്കെ എല്ലാ സൗകര്യങ്ങളും കുട്ടികളെ ആത്മീയമായ ഉന്നതിയിലേക്ക് നയിക്കാൻ പറ്റുന്ന, അവരെ ആ ആത്മീയ ചട്ടക്കൂട്ടിൽ കൂടി വളർത്തുന്നതായ സംവിധാനങ്ങളാണ് ഈ എല്ലാ സ്ഥാപനങ്ങളിലുള്ളത്.
അറിവ് നമുക്കറിയാം, അത് മനുഷ്യ ഉൽപ്പത്തി മുതൽ ഇവിടെ ഉണ്ടായിത്തീർന്ന ഒരു സംഗതിയാണ് അറിവ് എന്നുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആദ്യമായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു അറിവിനാണ് നൽകിയത്. ആ അറിവ് എന്ന് പറഞ്ഞത് ചില്ലറ അറിവൊന്നല്ല. ഈ ലോകത്ത് ഖിയാമത്ത് വരെ ഇവിടെ ഉണ്ടാവണ ഏതെല്ലാം ടെക്നോളജികളുണ്ടോ ഇതൊക്കെ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അങ്ങനെയാണ് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാരും അവരുടെ ആ തബിയത്ത് സാധാരണ മനുഷ്യന്മാരുടെ തബിയത്ത് പോലത്തെ തബിയത്തല്ല. സിൻഫുൻ മഫ്തൂറുൻ അൽ ഇൻസിലാഖി മിനൽ ഖാദുറാത്തിൽ ബശരിയ എന്ന മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളിൽ നിന്ന് പൂർണ്ണമായും നിർവാചനം ചെയ്യപ്പെട്ട ഒരു ഫിത്രത്തായിരിക്കും അല്ലാഹു അമ്പിയാക്കന്മാർക്ക് നൽകിയിട്ടുള്ളത്. സർവ്വ അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെ. ആദം നബിയെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ്, നൂഹ് നബി അങ്ങനെയാണ്, ഇബ്രാഹിം നബി അങ്ങനെയാണ്, ഈസ നബി അങ്ങനെയാണ്, മൂസ നബി അങ്ങനെയാണ്, റസൂലുള്ളാഹി അങ്ങനെയാണ്. ഈ സർവ്വ അമ്പിയാക്കന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിക്ഷേപിക്കപ്പെട്ട ആ തബിയത്ത്, അവർക്കുള്ളതായ ആ ഫിത്രത്ത് വളരെ വ്യത്യസ്തമാവുന്ന, സാധാരണ മനുഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തമാവുന്ന ഒരു ഫിത്രത്താണ്. അത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ തന്നെ സംശയം തോന്നും. എങ്ങനെ ഇപ്പോൾ ഖിയാമത്ത് വരെ ഇവിടെ ഉണ്ടാവുന്ന എല്ലാ ടെക്നോളജിയും ഇതെങ്ങനെ ആദം നബിക്ക് ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് മൂപ്പർക്ക് പഠിക്കാൻ കഴിയാന്ന്? മൂപ്പർക്ക് അള്ളാഹു അത് പഠിപ്പിച്ചു കൊടുത്തുള്ള വിശുദ്ധ ഖുർആൻ സത്യമല്ലേ പറയുള്ളൂ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ എന്ന്. അപ്പോൾ എന്തോ ആവട്ടെ, അതിൻ്റെ ഒരു വിശദീകരണമൊന്നുമല്ല ഇപ്പം ഞാൻ ചെയ്യണത്. ആ മനുഷ്യ ഉൽപ്പത്തി മുതൽ തന്നെ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കണം ഒന്നാണ് ഇൽമ് എന്നുള്ളത്. അപ്പോൾ ഇൽമ് നമുക്ക് ഒരു കാലത്തും മനുഷ്യൻ്റെ ആ വളർച്ചക്കും ഉയർച്ചക്കൊക്കെ അറിവ് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് ഏതെങ്കിലും രൂപത്തിലുള്ള അറിവായ എല്ലാ അറിവും ശരീഅത്ത് എതിർക്കാത്ത എല്ലാ അറിവുകളും നമുക്ക് പഠിക്കാം. ശരീഅത്ത് വേണ്ടെന്ന് പറയുന്ന ചില അറിവുകളുണ്ട്, ആ അറിവുകൾ നമ്മൾ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ശരീഅത്ത് എതിർക്കാത്ത ഏതെല്ലാം അറിവുകളുണ്ടോ ആ അറിവുകളൊക്കെ നമുക്ക് പഠിക്കാം. പക്ഷേ ഈ അറിവുകൾ എന്ത് പഠിക്കുമ്പോഴും ഇതിനൊരു പ്രത്യേക ഒരു മാനദണ്ഡമുണ്ട്. എന്താ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. അപ്പോൾ തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ടാവണം ഏതറിവ്. ഡോക്ടറാവുകയാണെങ്കിലും അയാൾ പിന്നെ അയാളുടെ ആ ചികിത്സയോട് ബന്ധപ്പെട്ട സംഗതികൾ പഠിക്കുമ്പോഴും അതൊരു മുസൽമാനാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്കാവണം അയാളുടെ ജീവിത രീതികൾ മുഴുവനും. ഒരു എൻജിനീയറാണെങ്കിലും അങ്ങനെ തന്നെ, ശാസ്ത്രജ്ഞനാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ആ ഒരു തഖ്വയിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവണം ഏത് ഇൽമു പഠിക്കുന്നവരിക്കും. അങ്ങനെ അവൻ പഠിക്കുമ്പോഴാണ് വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് എല്ലാ ഇൽമുകളും അവനക്ക് ആവശ്യമാവുന്ന ഇൽമുകളൊക്കെ അല്ലാഹു പഠിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് കുട്ടികളാവുന്ന നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയൊരു സംവിധാനം, ഈ സംവിധാനം നിലക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നതിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ, പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ ഇന്ന് വരുമ്പോഴും മാഷോടും അത് പറഞ്ഞതാണ്, എല്ലായിടത്തും ഓടി നടന്ന് വിശ്രമജാത പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സലാം ബാക്കവി അവർ. അപ്പോൾ അവരുടെയൊക്കെ ഒരു പരിശ്രമം എന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഏത് സമയത്തും ഈ സംവിധാനം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരു അറ്റം വരെ രാത്രിയിൽ പല ഉറക്കമൊഴിച്ച് യാത്ര ചെയ്ത് പല ക്യാമ്പസിൽ പോയി ആ നിലക്ക് ഈ സംവിധാനത്തിനെ വളർത്തിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു പോകാനപ്പെട്ടവർ. അപ്പോൾ അവരുടെയും അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിപ്പോൾ അവരെ പേരൊന്നും എടുത്ത് പറഞ്ഞില്ല, സ്റ്റേജിലുള്ള പലരും അല്ലാത്തവരൊക്കെ. അവരുടെയൊക്കെ വലിയ പരിശ്രമം കൊണ്ടിട്ടാണ് ഇത് ഇന്നലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെയധികം ജനങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ ജനങ്ങൾക്കൊക്കെ സ്വീകാര്യമായ ഒരു സംവിധാനമാണത്. അപ്പോൾ ഈ സംവിധാനവുമായി കൊണ്ട് ഈ സംവിധാനത്തിൽ ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, അത്രമാത്രം കുട്ടികളാണ്. ഇനി നമുക്ക് ക്യാമ്പസുകൾ ഇനി ഒരുപാട് പുതിയ ക്യാമ്പസുകൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് കുനിയിൽ ലഭിക്കപ്പെട്ട സ്ഥലം
അത് 45 ഏക്കർ സ്ഥലമുണ്ട്. 45 ഏക്കർ സ്ഥലം അത് ഇൻഷാ അള്ളാ അടുത്ത ദിവസത്തിനുള്ളിലായിട്ട് അതിന് രജിസ്ട്രേഷൻ നടക്കും. രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ സംവിധാനത്തിൻ്റെ ഒരു ക്യാമ്പസും അതിൻ്റെ എല്ലാം ഒരു എഡ്യൂസിറ്റിയൊക്കെ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് ഇതിനൊക്കെ വലിയൊരു ക്യാമ്പസ് വേണം. ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ടൊരു എഡ്യൂസിറ്റി സ്ഥാപിക്കപ്പെടണം. അങ്ങനെ ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ കീഴിലുള്ള എല്ലാ കോഴ്സുകളും, ഇതിലൊരുപാട് കോഴ്സുകളുണ്ട്. വെറും ശരിയ മാത്രമല്ല, ശരിയ പ്ലസ് മാത്രമല്ല, ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ പഠിപ്പിക്കപ്പെടണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്കുള്ളൊരു ക്യാമ്പസ് വേറെ, പുരുഷന്മാർക്കുള്ള ക്യാമ്പസ് വേറെ, അവർക്കുള്ള അതിനോട് ബന്ധപ്പെട്ട ഓഫീസുകൾ രണ്ടും, അങ്ങനെ ആ നിലയ്ക്ക് വലിയൊരു സംവിധാനമാണ്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പ്ലാനൊക്കെ തയ്യാറായിക്കൊണ്ടിട്ടുണ്ട്. അതിൽ മസ്ജിദുകളുണ്ടാവും, ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് കുട്ടികളാവുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇൽമിനെ സംബന്ധിച്ച് മഹാന്മാർ വിശേഷിപ്പിക്കപ്പെട്ടുള്ളത് അത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മളെ ഉൾക്കൊള്ളി മൊയ്തീൻ സാഹിബ് MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വിശേഷിപ്പിക്കപ്പെട്ടത് അത് യഥാർത്ഥത്തിൽ ഇൽമ് അത് ഇന്നമാഹുവ ദീനുക്ക്, അതിന് ഇൻ്റെ ദീനാണ് ഇൽമ് എന്നുള്ളത്. അതുകൊണ്ട് ഈ ഇൽമ് നമ്മൾ ആരിൽ നിന്നാണ് ഇൽമ് പിടിക്കേണ്ടത്, അഭ്യസിക്കേണ്ട ആ ഉസ്താദിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ അധ്യാപകൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെ ആവണം, ഇത് എവിടെയാണ് ഇത് കൊണ്ടുപോയി അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് അവതരിപ്പിക്കപ്പെടുന്ന സ്ഥലവും അതിന് അർഹത ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടാൽ അത് അക്രമമായിരിക്കും. അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്ന ഒരു തബിയത്ത്, ഒരു ഫിത്രത്ത് കൊടുത്തുകൊണ്ട് അള്ളാഹു അവരെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധമാവുന്ന അള്ളാഹുവിൻ്റെ ശരീഅത്തിനോട് ബന്ധപ്പെട്ട ഉലൂമുകളെ അതിനെ സ്വീകരിക്കാനും അതിന് ജനങ്ങളിലേക്ക് അതിനെ പറഞ്ഞു കൊടുക്കാനും ജനങ്ങളിലേക്ക് പ്രബോധനം ചെയ്യാനും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് സ്വീകരിക്കുന്ന ആളുകൾ അവർക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ, അവർ മുത്തഖീകളായിക്കൊണ്ടിരിക്കണം. അവർ ഇസ്തിഖാമത്തിന് വേണ്ടി അവർ യഥാർത്ഥ ഒരു മുഅ്മിനായി ജീവിക്കുമ്പോൾ ആ മുഅ്മിനിക്ക് ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ആ പണ്ഡിതന്മാരിലുണ്ടാവണം. അവനാണ് യഥാർത്ഥ പണ്ഡിതൻ. അമ്പിയാക്കന്മാരിൽ നിന്നിട്ട് അമ്പിയാക്കന്മാരുടെ ബാത്തിനാവുന്ന വിലായത്തിന് അമ്പിയാക്കന്മാരിൽ നിന്നും അതിനെ സമ്പാദിച്ചവനാവണം യഥാർത്ഥ പണ്ഡിതൻ. അവനാണ് യഥാർത്ഥ പണ്ഡിതൻ. അപ്പോൾ ആ നിലക്കുള്ള അമ്പിയാക്കന്മാരുടെ അന്തർവാസികളാവണം എന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരുടെ ആ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് പകർത്തപ്പെടണം. അത് പൂർണ്ണമായി പകർത്തപ്പെടാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല, നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. പക്ഷേ കഴിവിൻ്റെ പരമാവധി അതാണ് ഇസ്തഖീമു വലാ തുതീഖൂ. ആ സ്വഭാവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അമ്പിയാക്കന്മാരിലുള്ള സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ വലാ തുതീഖൂ, നിങ്ങൾക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഉണ്ടാക്കണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉണ്ടാക്കണം, പക്ഷെ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്നത് പോലെ ആ പൂർണ്ണ സ്വഭാവങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധാരണ. അപ്പോൾ കഴിവിൻ്റെ പരമാവധി, അതായത് മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള വിശുദ്ധി അവർക്കുണ്ടായിരുന്നു. ഒരാളൊരു പൈസ കൊടുത്താൽ അപ്പം ചോദിക്കും, ഇത് എത്ര ഈ തന്നത്, ഇതിനെത്ര തോന്നാൻ തന്നു, ഇത് എവിടുന്ന് എനിക്ക് കിട്ടി എന്നൊക്കെ ചോദിക്കും. അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ ജീവിത വിശുദ്ധിയാണത്. ഒരു ഭക്ഷണം അവരെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മളെ മുന്നിൽ കൊടുത്തൊക്കെ എല്ലാം കയറ്റി വിടേണ്ട പരിപാടി ഇല്ലെന്ന് അവർക്കുണ്ട്. അവരതിനെപ്പറ്റി ചോദിച്ച് അന്വേഷിച്ചിട്ട് അത് തിന്നാൻ പറ്റുന്ന ഭക്ഷണമാണെങ്കിലേ അവർ കഴിക്കാറുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ആൾ എങ്ങനെ സമ്പാദിച്ചതാണ് ഈ ഭക്ഷണത്തിന് വേണ്ടതിൻ്റെ തുകകളൊക്കെ, ഇതൊക്കെ പരിശോധിച്ചിട്ട് ഇതുപോലെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അവരുടെ ജീവിതങ്ങൾ മുഴുവനും എന്തായിരുന്നു, മാതൃകയായിരുന്നു. മഹാനാവുന്ന ശൈഖുനാ ശംസുലുലമായ നോക്ക്, മഹാനാവുന്ന ശൈഖുനാ കണ്ണീത്ത് ഉസ്താദിനെ പറ്റിയൊക്കെ പരിശോധിച്ച് നോക്ക്. അവരൊക്കെ ഫീ കുല്ലി ഹീന്ന ദിക്റെല്ലാം സർവ്വസമയത്തും അള്ളാഹുമായുള്ള ആ ബന്ധം അത് സ്ഥാപിച്ചുകൊണ്ടായിരിക്കും അവർ. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. അമ്പിയാക്കന്മാർ അള്ളാഹുമായുള്ള ആ ബന്ധം സർവ്വസമയത്തും സ്ഥാപിക്കപ്പെടണം. ഇത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഒരു നബിക്കും ആ ബന്ധം വിച്ഛേദിക്കപ്പെടാൻ സാധ്യമല്ല. അതിനാ മന്ദിരിക്കപ്പെടുന്നതും നബിയുള്ളേനും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയായിട്ട് ഒരാളെ നിശ്ചയിച്ച് കഴിഞ്ഞാൽ, റസൂലായിട്ട് നിശ്ചയിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരു ഹദറത്തുമായുള്ള അയാളെ ബന്ധം അത് സുശക്തമായ ബന്ധമായിക്കൊണ്ടിരിക്കണം. അത് ദായിമായ ബന്ധമാവണം. ആ ബന്ധം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം.
ഈ ഒരു സ്വഭാവമായിരുന്നു നമ്മളെ കഴിയണത്ര ശ്രദ്ധിച്ചവരാണ് മഹാന്മാരാവുന്ന നമ്മളെ ശാസ്ത്രന്മാരൊക്കെ. അപ്പോൾ അവരുടെ ആ പാതകളൊക്കെ പിൻപറ്റിക്കൊണ്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള ആ വിശുദ്ധമായ സ്വഭാവങ്ങൾ അതങ്ങനെയല്ലേ അഖ്ലാഖിൻ ആലിയത്തിൻ മുക്തബസത്തിൻ മിൻ അഖ്ലാഖി റസൂലില്ലാ എന്നാണ്. അള്ളാഹു റസൂലിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പകർത്തപ്പെടുന്ന വിശുദ്ധമായ സ്വഭാവ ഗുണങ്ങളും നമ്മളിൽ ഉണ്ടാവണം. ആ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ബന്ധപ്പെട്ടതൊക്കെ നിങ്ങളെ ഓരോ ക്യാമ്പസിലുള്ള ബന്ധപ്പെട്ട ഉസ്താദന്മാരും മറ്റും നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ നിലയ്ക്ക് ഈ സംവിധാനത്തിനെ വളർത്തിക്കൊണ്ടുപോകാനും ഈ സംവിധാനത്തിന് വേണ്ട സർവ്വശക്തി പകരാനും ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള ഏറ്റവും വലിയൊരു സംവിധാനമാണെന്ന് മനസ്സിലാക്കി അതിനെ ശക്തിപ്പെടുത്താൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഈ കൂടിയ എല്ലാ ആളുകളോടും പ്രത്യേകിച്ച് ഇവിടെയുള്ള MLA-മാരോടൊക്കെ പറയാനുള്ളത്, ഞങ്ങളോടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ വേണ്ട സൗകര്യങ്ങൾ നിയമപരമായി ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു തരണം എന്നും കൂടി നിങ്ങളോടൊക്കെ വർത്തിക്കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിനെ അള്ളാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. മറ്റൊരു കാര്യം പിന്നെ ബാക്കി ആരെയും ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ എന്തൊക്കെ അതാ ഇവിടെ പലരും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗകര്യങ്ങൾ ചെയ്തു തന്ന സ്ഥാപനം പല സൗകര്യങ്ങളും ചെയ്തു തന്ന അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ഈ സ്ഥാപനം. അപ്പോൾ ഈ സ്ഥാപനം നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഭക്ഷണത്തിലേക്ക് ഓഫർ ചെയ്ത ആളുകൾ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഗിഫ്റ്റായി അല്ലേ വിദ്യാർത്ഥികൾക്ക് നൽകിയ എന്നുള്ള രീതിക്കുണ്ട്. നൽകിയതാണ്. നൽകിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള തരീക്കോട് കുപ്പായൊക്കെയാണ്. അതിന് ഓഫർ ചെയ്ത ആളുകൾ കൊയ്യോട് ഉസ്താദ് സമസ്തൻ്റെ നമ്മുടെ ട്രഷറാണ്. 1,00,000 മൂപ്പര കെയർ ഓഫിൽ ലഭിക്കപ്പെട്ടിട്ടുണ്ട്. മുനീർ നിസാമി 25,000, ഇബ്രാഹിം ഹാജി മാമ്പറ അരിപ്പറ അല്ലേ മാമ്പറ അരിപ്പറ എന്നാ മൂപ്പര് 10,000, ഉമർ മാസ്റ്റർ പനങ്ങര അല്ലേ കാപ്പിലുള്ളൊരു സ്ത്രീ 20,000. ഇങ്ങനെ പലരും ഇനി കൊടുക്കാനുള്ളവരൊക്കെ കൊടുക്കുകയും ചെയ്യാം. അപ്പം അതുകൊണ്ടിട്ട് ഈ നൽകപ്പെട്ടതായ എല്ലാവരുടെയും ഈ ഹദിയകളെയും സദഖകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ സംഭാവനകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ നാളെ അവർക്കൊക്കെ ഉള്ള അവരോട് ബന്ധപ്പെട്ട അവരുടെ നന്മയുടെ ആ റിക്കാർഡിൽ അല്ലാഹു ഇതിനൊക്കെ രേഖപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭാവനയും ഈ ഹദിയൊക്കെ കാരണം അവർക്കൊക്കെയുള്ള ഖബറിനെയും അവരുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു എല്ലാ നിലക്കുള്ള ഖൈറിനും ബർക്കത്തിനെയും അവർക്കും അള്ളാഹു നൽകട്ടെ. എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശിഫിയാക്കി കൊടുക്കട്ടെ. നമ്മൾക്കും അവർക്കൊക്കെയുള്ള എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശിഫിയാക്കി തരട്ടെ. എല്ലാ മേഖലയിലും അള്ളാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാ ഷറുകളിൽ നിന്ന് നമ്മളെയും അവരെയൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളെയും അവരെയും അവർക്കും നമ്മൾക്കൊക്കെയുള്ള മക്കളെയും സർവ്വ മുഅ്മിനീങ്ങളെ അള്ളാഹു സാലിഹീങ്ങളാക്കട്ടെ. സലാഹിയത്തിൻ്റെ അധികാരമുള്ള സ്വഹബത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് അവർക്ക് നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. ഇനി ബാക്കി വിശാലമായ ദുആ ഇവിടെ പിന്നെ ദുആക്ക് അവസാന നേതൃത്വം നൽകുന്ന ആളുകളില്ലേ അവർ ദുആ ചെയ്യുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.